അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ യൂണിറ്റ്സ് പഠിക്കലാണ് സംസാരിക്കുന്നത്. ഞാനിന്ന് പ്രധാനപ്പെട്ട ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, ഒരു വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ സർവീസിൻ്റെ ഇടയിൽ എനിക്ക് കേൾക്കാനും ഇടയുണ്ടായി. ആ ഒരു വ്യക്തിൻ്റെ ഒരു അനുഭവം നിങ്ങളേക്ക് പങ്ക് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യം, ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാർ, ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല വരും, പക്ഷേ ഇത് സീരിയസ് മാറ്ററാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല മനസ്സ് പാടില്ല എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും അതിൻ്റെ സഹായം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാവും ഒരുവിധം ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്നാ വിഷയത്തേക്ക് വരാം. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അറിയാത്ത ബിസിനസ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും പറഞ്ഞിട്ട് ഉണ്ടല്ലോ, ചില ആൾക്കാർ അവിടെ കടണ്ട് ഇപ്പൊ 45,000 റുപ്യന്റെ കച്ചവടപ്പം നിലവിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അതിന് പോയിട്ട് വികാതെ വെക്കുക. അതുപോലെ തന്നെ വേറെ കാര്യം, ഗൾഫിലുള്ളവരോ ആയിക്കോട്ടെ നമ്മളെ നാട്ടിലുള്ളവരോ ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും ബിസിനസ്സിൽ സ്വന്തക്കാരെ കൂട്ടരുത്. എന്നുവെച്ചാല് ഈ ബിസിനസ് പറഞ്ഞ ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, ഞാൻ 12 വർഷം ഞങ്ങൾ രണ്ടാളും ഒരേ റൂമിൽ കിടന്ന് ഞങ്ങൾ എന്നിട്ട് ഉള്ളേന്ന് ഞങ്ങൾ സുരീപിച്ച് ഒരു ബിസിനസ് തുടങ്ങി. അപ്പൊ നാട്ടിൽ നിന്ന് പറഞ്ഞ് എടാ ഇവനെ അക്കീമിനെ വെച്ച് കൊണ്ടേക്കോ, മറ്റോന്റെ അമ്മ പറഞ്ഞ് എന്ത് പറഞ്ഞ്, എടാ എന്റെ മോനക്കൊരു വിസ ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് അക്കരക്കൊന്ന് കണ്ടാൽ ഞങ്ങൾ രക്ഷപ്പെടുന്ന പറഞ്ഞ് ഇവൻ നല്ല മനസ്സ് കാണിച്ചാണ്. മിനിയാന്ന് ഇതേമാതിരി ഞാൻ സർവ് ചെയ്യുമ്പോൾ ഒരു അനുഭവം അയാൾ പങ്കുവെച്ചാൽ തരാം. ഞങ്ങൾ 12 വർഷം ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളെ ബന്ധം ഞാൻ എൻ്റെ കുടുംബക്കാരെ കൊണ്ടുപോയിട്ട് ആ ബിസിനസ് ഒന്ന് പൂട്ടി പോന്ന്. ഇപ്പോ എന്നോട് വന്നപ്പോ എന്താ ചോദിച്ചത്, ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? എന്താ വെച്ചാല് നമ്മളെ സ്വന്തക്കാരതാണ് എന്നുള്ള ഒരു അധികാരം അവിടെ കാണിച്ച്. അപ്പോൾ ഇവര് തമ്മിൽ തെറ്റി. അപ്പൊ അവന്റെ പാർട്ണർഷിപ്പ് ചോദിച്ചു. അപ്പോൾ ഇവൻക്ക് എന്താ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അതിന്റെ ഇടയിലാണ് അയാൾ പറഞ്ഞത്, എന്റെ വീട് പണി പകുതിയായിട്ടുള്ളൂ, ഇപ്പോഴാണ് ഞാൻ വീടിന്റെ പണി നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അറിയാത്ത ബിസിനസ് ചെയ്യരുത്. ആരെങ്കിലും പറഞ്ഞിട്ട് അവിടെ കടണ്ട് ഇവിടെ കടണ്ട് എന്ന് പറഞ്ഞ് പോയി എടുക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇനി അഥവാ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡാണ്, ഏത് ബിസിനസ്സാണ് അത് എടുക്കുന്നതിനുള്ള പണി ആ മുതലാളിക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ പൈസയും പോവും, നമ്മൾ ഉറക്കും പോവും, എല്ലാം പോവും. അപ്പൊ അതാണ് എനിക്ക് എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്. അപ്പൊ എപ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിസിനസ് വേറെ, ബന്ധം വേറെ. അത് സുഹൃത്തായിക്കോട്ടെ കുടുംബമായിക്കോട്ടെ, അവിടെ ബിസിനസ് അല്ലേ. അത് എപ്പോഴും ഏത് ബിസിനസ് എന്ന് ആദ്യം നോക്കണം. എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ അടിത്തറയാണെന്ന് എപ്പോഴും ബോധത്തോടെ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കുക.